നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കരിമീൻ പൊള്ളിച്ചതൊന്നുമല്ല, നമുക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വലിയ കിളിമീൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് മീൻ ആദ്യം ഒന്ന് നമ്മൾ വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. 2 ടീസ്പൂണോളം മുളക് പൊടിയാണ്, അത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. നല്ല വലിയ കിളിമീനാണ് കിട്ടിയിരിക്കുന്നത്, അതിലേക്കാണ് നമ്മളിത് തേച്ച് കൊടുക്കുന്നത്. മസാല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വെച്ചുകൊണ്ട് നന്നായിട്ട് മസാല ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. 2 വശത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മസാല തേച്ച് വെച്ച മീനൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച്, ഒരു ഫ്രൈ പാനാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ചേർത്ത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട. നമുക്ക് സാധാരണ ഫ്രൈ പാനിൽ ഒഴിക്കാവുന്നത്ര വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മീനാണ്, അതിനൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങനെ മൊരിഞ്ഞ് പോവൊന്നും വേണ്ട, സാധാരണ 2 വശം ഒന്ന് വേവുന്നത് വരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. ഏകദേശം ഒരു വശമായിട്ടുണ്ടാവും. നമുക്ക് അടുത്ത വശത്തേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അടുത്ത വശത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. അടുത്ത വശം ഒന്ന് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മീൻ 2 വശവും ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സബോള അരിഞ്ഞിട്ടുള്ളതാണ് അതും. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി കുറച്ച്, ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് മീൻ വറുത്ത് ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ മാറ്റാതെ ഇതേ പാനിൽ തന്നെ വറുത്തെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മീൻ വറുത്തതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മാത്രമാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരല്പം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. മസാലകളിലെയൊക്കെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ ഇത് ചെറുതായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ച് എടുക്കണം, ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതിനാണ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചിലർ ഈ ചൂടുവെള്ളത്തിന് പകരം നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ച് എടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മാറ്റാം. ഒരു വാഴയിലയിലേക്ക് നമുക്ക് ഈ മസാലയുടെ കുറച്ച് ആദ്യം വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അതിനെ വെച്ച് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മസാല നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മീനിനെ നന്നായിട്ട് കവർ ചെയ്യുന്ന പോലെ മസാല നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അയില, അതുപോലെ കരിമീൻ, നെയ്മീൻ, ഏത് മീനിലും ചെയ്യാം. നല്ല രുചിയുള്ള ഒരു ഇതാണിത്. കേരളീയരുടെ പ്രിയപ്പെട്ട ഒന്നാണ് ഈ കരിമീൻ പൊള്ളിച്ചത്. അത് കരിമീനിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള ഏത് മീനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. ഒരേ ഇല വെച്ച് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ മറ്റൊരു കഷ്ണം കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഞാനിതിനൊന്ന് കവർ ചെയ്ത് കെട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നമുക്കിത് കെട്ടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ കവർ ചെയ്ത് കെട്ടിയെടുക്കാം. വാഴയില ഒന്ന് വാട്ടുകയാണെങ്കിൽ നന്നായിട്ടത് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഒന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കെട്ടാം. ഇനി മറ്റൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കെട്ടിയ മീനിനെ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ടിതൊന്ന് മൂടി വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം 2 വശവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വശം ഒരുവിധമായിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 2 വശവും ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. പൊള്ളിച്ചത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല രുചിയുള്ള മീൻ പൊള്ളിച്ചതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റ് കറികളൊന്നും വേണമെന്നില്ല. ഇത് മാത്രം മതി നമുക്ക് വയറു നിറയെ ഊണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നല്ല കണ്ടോ, ആവി പറക്കുന്ന മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.